ഓക്കെ, അപ്പൊ ഈ ഒരു ഈ ഏരിയ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ കുറച്ച് ടഫാണ്. മാക്സിമം മനസ്സിലാക്കാൻ എൻ്റെ കൂടെ ശ്രമിക്കുക കേട്ടോ. നമ്മള് എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിന്റെ ഫാമിലി നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ പീരിയോഡിക് ട്രെൻഡ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സോഡിയവും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് ഉണ്ടാവണ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് നമ്മൾ പിന്നെ ഇനി ബോണ്ടിങ് വരുമ്പോൾ എടുക്കും. എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം പീരിയോഡിക് ട്രെൻഡ്സ്. ഇപ്പൊ ഈ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് അറിയാം, സോഡിയം എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കണത്. സോഡിയം കിടക്കണത് ഇവിടെ മൂന്നാമത്തെ പീരീഡില്, ക്ലോറിൻ കിടക്കണത് അവിടെ തന്നെ നോക്കിയേ, ഇവിടെയാണ്, ഈ അറ്റത്തായിട്ടാണ് ക്ലോറിൻ കിടക്കണത്. ഓക്കെ, അപ്പൊ ഈ സോഡിയം ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് കാണിക്കണതാണ് ഈ ഇത് കാണിക്കണത്. ഇത് ബോർ മോഡൽ വെച്ചിട്ട് ചെയ്യണതാണ്. നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിന്റെ ആണെങ്കിൽ 281 എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കണം. ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, പിന്നത്തെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഇവിടെ എണ്ണി കഴിഞ്ഞ 8 എണ്ണുള്ളൂ. 1 2 3 4 5 6 7 8 എണ്ണം. അവസാനത്തെ ഷെല്ലില് 1 ഇലക്ട്രോൺ. അതേപോലെ തന്നെയാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് വരച്ചാണ് പടമാണ് ഇത് കേട്ടോ. ബോർ മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് വരച്ചാണ് പടമാണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലോറിന്റെ 287 ആണ്. അപ്പൊ ആദ്യത്തെ കെ ഷെല്ലില് 2 ഇലക്ട്രോൺസ് വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ എൽ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആണ് ഈ വരച്ചേക്കണം. 1 2 3 4 5 6 7 8. ഇനി അവസാനത്തെ ഷെല്ലില് കെ എൽ എം ഷെല്ലില് ബാക്കിയുള്ള 7 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തേക്കണ പിക്ചർ ആണ് ഇത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ 8 എന്ന് പറയുന്നതാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. സോഡിയത്തിനാണെങ്കിൽ 11 അറ്റോമിക് നമ്പർ, 1 ഇലക്ട്രോൺ അധികമായിട്ട് നിൽക്കാണ് അല്ലെ. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 281 ആണ്. അപ്പൊ അതായത് 1 ഇലക്ട്രോൺ സോഡിയത്തിന് ആവശ്യമില്ലാണ്ട് നിൽക്കുക. ക്ലോറിനെ സംബന്ധിച്ചാണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. ലാസ്റ്റ് ഒരു 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെ. 287 ആണല്ലോ ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിക്കാനും വേണം, സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുമാണ് ടെൻഡൻസി. അങ്ങനെയാണ് ഇവര് രണ്ടാളും കൂടി കമ്പൈൻ ചെയ്താൽ കഴിഞ്ഞാൽ സ്റ്റേബിൾ കണ്ടീഷനോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ആ ബോണ്ടൊക്കെ നമ്മൾ ഇനി എടുക്കും, അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞ ബോണ്ടൊക്കെ എടുക്കും. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പീരിയോഡിക് ട്രെൻഡ്സ് പഠിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ പറഞ്ഞത് തന്നെയാ പറയണത്. സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോൺ കൊടുക്കാനാണ് താല്പര്യം അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ആറ്റോമിക് നമ്പർ 11 281 ആണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനാണ് സോഡിയത്തിന് ആഗ്രഹം. ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിക്കാനാണ് ആഗ്രഹം. 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ 1 ഇലക്ട്രോൺ സ്വീകരിക്കാനാണ് ക്ലോറിന് താല്പര്യം. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഈ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷന്റെ ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ സോഡിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോ സോഡിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും ചെയ്യും, ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുമ്പോൾ ആറ്റത്തിന് ചാർജ് കിട്ടും. അതായത് കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും, ഇവിടെ ഞാൻ വിട്ടുപോയതാട്ടോ, സോഡിയത്തിനാണെങ്കിൽ പോസിറ്റീവ് ചാർജും ക്ലോറിനാണെങ്കിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും സ്വീകരിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അയോണൈസേഷൻ എനർജിയാണ്. ഞാൻ കറക്റ്റ് ചെയ്ത് ഇടാട്ടോ ഞാൻ നോട്ട് അയക്കുമ്പോൾ. സോഡിയത്തിനാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജ്. ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി, അപ്പൊ അതുകൊണ്ട് മൈനസ് ചാർജും ആയിരിക്കും. ഇനി അപ്പൊ അങ്ങനെ ഇവര് പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്താ ചാർജ് ഉള്ള ആറ്റങ്ങളായി മാറും, അയോൺസ് ആയിട്ട് അവർ മാറും.
ഇലക്ട്രോൺ കൈമാറ്റം നടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ആറ്റങ്ങൾ ചാർജ് ഉള്ളതായിട്ട് മാറും. അപ്പൊ ഈ ചാർജ് ഉള്ള ആറ്റങ്ങളെ നമ്മൾ അയോൺസ് എന്നാണ് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോണതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താണ് അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്താണെന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനാ താല്പര്യം, ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിക്കാനാ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് ഈ പറഞ്ഞ ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് നമ്മൾ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ, ഇപ്പൊ സോഡിയത്തിന് 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. അപ്പൊ ആ ഇലക്ട്രോണെ വെറുതെ ഒക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊരു എനർജി ഉണ്ടെങ്കിലാണ് അവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ട എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അയോണൈസേഷൻ എനർജി എന്ന് പറയാം. ഇതൊക്കെ ഈ പടം ഇതിപ്പോ ഇത് ഇത്തിരി പഴയ പീരിയോഡിക് ടേബിൾ ആട്ടോ. അതാണ് ഈ 118ാമത്തെ ഓഗ്നസോണിന് പകരം ഇങ്ങനെ ഒരു ഇത് കൊടുത്താണ്. അപ്ഡേറ്റഡ് ഇടാൻ വിട്ടുപോയി. ഇങ്ങോട്ട് നോക്കിയേ, സോഡിയം ഇവിടെ കിടക്കണോ? ഈ സോഡിയം ക്ലോറൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോണത് കേട്ടോ. ക്ലോറിൻ ഇവിടെ കിടക്കണോ? അതായത് സോഡിയം കിടക്കണത് 1ാം ഗ്രൂപ്പിലും ക്ലോറിൻ കിടക്കുന്നത് 17ാം ഗ്രൂപ്പിലുമാണ്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ് മുഴുവൻ പറയാൻ പോകുന്നത്. സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണ് ടെൻഡൻസി, ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ് അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് അയോണീകരണ ഊർജം എന്ന് പറയാ. പിന്നെ അതിന്റെ വേറെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കണതാണ് ഇത്. ഒന്ന് അറിഞ്ഞിരിക്കുക, പഠിക്കണം നിർബന്ധമില്ല. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. ഇത്രേ ഉള്ളൂ. ആ ആറ്റത്തെ ഒരു ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് നമ്മൾ അയോണീകരണ ഊർജം എന്ന് പറയാം. ഓക്കെ, അതാണിത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണെയാണ് നമ്മൾ സാധാരണ വിട്ടുകൊടുക്കുക. നമ്മളിപ്പോ സോഡിയത്തിന്റെ കേസിൽ എക്സ്ട്രാ വന്ന 1 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണാ. ക്ലോറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 1 ഇലക്ട്രോണെ സ്വീകരിക്കണത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. അപ്പോ ഈ ഒരു ആറ്റത്തിന്റെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് അയോണീകരണ ഊർജം എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നും, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഈ അയോണൈസേഷൻ എനർജി 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ന്യൂക്ലിയർ ചാർജിനെയും രണ്ട് ആറ്റത്തിന്റെ വലിപ്പത്തിനെയും. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സ്ക്രീനൊക്കെ കാണില്ലേ? സ്ലോയില് പറയാവോ? ഓക്കെ ഓക്കെ. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായി. പതുക്കെ പോളൂ. ഓക്കെ, അപ്പൊ അയോണൈസേഷൻ എനർജി 2 കാര്യത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ന്യൂക്ലിയർ ചാർജും, 2 ആറ്റത്തിന്റെ വലിപ്പവും. മറ്റേതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ആയതുകൊണ്ടാട്ടോ ഞാൻ ഇത്തിരി ഫാസ്റ്റ് പോയത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ആവണുള്ളൂ. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയാണ് പഠിക്കാനുള്ള ഭാഗങ്ങൾ മെയിൻ ആയിട്ടുള്ളത് കിടക്കണം കേട്ടോ. അപ്പൊ അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി 2 പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് പഠിക്കണേ. ഒന്ന് ന്യൂക്ലിയർ ചാർജിനെ, 2 ആറ്റത്തിന്റെ വലിപ്പത്തിനെ. അപ്പൊ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ്. അതിന് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. ഒന്ന് ന്യൂക്ലിയർ ചാർജും, 2 ആറ്റത്തിന്റെ വലിപ്പം. ഇനി ആറ്റത്തിന്റെ വലിപ്പം, ന്യൂക്ലിയർ ചാർജ് പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കണം, ലോഹ സ്വഭാവം എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും, അലോഹ സ്വഭാവം എങ്ങനെയാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. അതാണ് നേരത്തെ നമ്മൾ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ആ പൊസിഷൻ ഒന്ന് നോക്കിയിരിക്കാൻ പറഞ്ഞത്. ഇനി പതുക്കെ പോളൂ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, അയോണീകരണ ഊർജം ഗ്രൂപ്പില്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പുകാരുടെയാണ് ആ വരച്ച് വെച്ചേക്കണേ. 1ാമത്തെ ഗ്രൂപ്പുകാർ ഇതൊക്കെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, ഇതിന്റെ ഒക്കെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ആറ്റോമിക് നമ്പർ വെച്ചിട്ട് ഈ വരച്ച് വെച്ചേക്കണതാണ് ഇത് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഹൈഡ്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
ഹൈഡ്രജൻ കഴിഞ്ഞാൽ ലിഥിയം, ലിഥിയം കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാഷ്യം. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഗ്രൂപ്പ് 1 എലമെന്റ്സ് താഴേക്കുള്ളതാണ് ഞാൻ ഇവിടെ ഫിഗറിൽ കാണിച്ചേക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, ഈ ഒരു ഓർഡറിൽ, ഈ താഴേക്കുള്ള ഓർഡറിലാണ് നമ്മൾ പറഞ്ഞു പോണത് കേട്ടോ. അപ്പോ ഗ്രൂപ്പിലുള്ള അയോണൈസേഷൻ എനർജിയുടെ കാര്യമാണ് പറയണത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ നോക്കിയേ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്. നമ്മുടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് ഈ പടം വരച്ചത്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ആകെ കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. അടുത്തത് ആ പീരിയോഡിക് ടേബിളിൽ വെച്ചിട്ടാണ് പറയുന്നത്. അടുത്ത എലമെന്റ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയം. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് വരച്ചേക്കണതാണ് ഇത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പൊ 2 1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് വരച്ചേക്കണ പടാണ് ഇത്. അടുത്ത എലമെന്റ് സോഡിയം അല്ലെ. ഹൈഡ്രജൻ, ലിഥിയം കഴിഞ്ഞ സോഡിയാണ്, അത് കഴിഞ്ഞ പൊട്ടാഷ്യം കേട്ടോ. അപ്പൊ സോഡിയം വരച്ചേക്കണു. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് പടം വരച്ച് വെച്ചേക്കണതാണ്. ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അങ്ങനെ ആറ്റോമിക് നമ്പർ 11 അനുസരിച്ച് വരച്ചേക്കണതാണിത്. അടുത്തത് നമ്മൾ പറഞ്ഞു പൊട്ടാഷ്യാന്ന്. പൊട്ടാഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 ആണ്. അത് നമുക്കറിയാം 19 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോ അതനുസരിച്ച് വരച്ചു വെച്ചേക്കണ പടാണ് ഇത്. ഓക്കെ, അപ്പൊ അടുത്തത് അടുത്ത എലമെന്റ് റുബീഡിയത്തിന്റെ ആണ് വരച്ചു വെച്ചേക്കണത്. ഈ പടം മനസ്സിലായോ? ഈ പടം മനസ്സിലായോ? കുറച്ചും കൂടി പേരൊന്ന് റെസ്പോണ്ട് ചെയ്യോ? മനസ്സിലായി മാം. മനസ്സിലായി. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ എനർജി 2 കാര്യത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ. ഒന്ന് ആറ്റത്തിന്റെ സൈസും അതേപോലെ ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ഈ ആറ്റത്തിന്റെ സൈസും ഇതൊക്കെ ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയൊക്കെയാണ്, അതനുസരിച്ച് അയോണൈസേഷൻ എനർജി എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയണത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോ അറിയാം, ഈ താഴേക്ക് പോകും തോറും എന്താ പ്രത്യേകത? ഈ ആറ്റത്തിന്റെ വലിപ്പങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് അല്ലെ. ഈ പടം ഇതിനേക്കാളും ബിഗ്ഗറാണ് ഇത്, അതിനേക്കാളും ബിഗ്ഗറാണ് ഇത്, അതിനേക്കാളും ഇത് വലുതായിട്ടാണ് വരുന്നത് അല്ലെ. താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ സൈസ് കൂടുതലാ. പിന്നെ അതേപോലെ ആറ്റോമിക് റേഡിയസ് കൂടുതലാ. ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സർക്കിൾ എടുത്തിട്ട് നമ്മൾ സെന്ററിൽ പിടിച്ചിട്ട് ആരം വരയ്ക്കില്ലേ, അത് തന്നെയാണ് ഇതിലും. ഈ സെന്ററിൽ നിന്ന് ഈ പുറത്തുള്ള ഇതിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആറ്റത്തിന്റെ ആരം. ഒരു സർക്കിളിന്റെ റേഡിയസ് എന്നൊക്കെ പറയണ പോലെ തന്നെയാണ് ആറ്റത്തിന്റെ ആരം. സെന്ററിൽ നിന്ന് ആ ഔട്ടർ മോസ്റ്റ് ഇതിലേക്കുള്ള ആ ദൂരത്തിനെയാണ് നമ്മൾ ആരം എന്ന് പറയാം. അതാണ് ഈ എഴുതിയേക്കണം. ആറ്റത്തിന്റെ വലിപ്പം നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് അയോണൈസേഷൻ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, 2 ആറ്റത്തിന്റെ വലിപ്പം. ഇനി ഈ ആറ്റത്തിന്റെ വലിപ്പത്തിനെ പറ്റിയാണ് നമ്മൾ പറയണത് കേട്ടോ. ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന ഒരു രീതിയാണ് ആറ്റോമിക് ആരം. അതായത് ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക് ആരം. അതായത് ഈ സെന്ററിൽ നിന്ന് ഏറ്റവും പുറത്തേക്കുള്ള ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് പോലെ തന്നെ. അതാണ് ആറ്റോമിക് ആരം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ഈ താഴേക്ക് പോകും തോറും ഗ്രൂപ്പിൽ ഇങ്ങനെ താഴേക്ക് വരും തോറും ഈ ഷെല്ലുകളുടെ എണ്ണം കൂടി കൂടിയ വരിക അല്ലെ. ഇവിടെ ആകെ ഒരു ഷെല്ലുള്ളൂ, കെ ഷെല്ല്. ഇവിടെ ആകുമ്പോൾ 2 ഷെല്ല്, കെ എൽ. ഇവിടെയാണെങ്കിൽ 3 ഷെല്ലുണ്ട്, കെ എൽ എം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4 ഷെല്ലുണ്ട്, കെ എൽ എം എൻ. അപ്പൊ ഇങ്ങനെ താഴേക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരികയാണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എന്തുകൂടി, ആറ്റത്തിന്റെ വലിപ്പവും കൂടി വരുന്നു അല്ലെ. അതാണ് ഈ പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഇവിടെ നമുക്കറിയാം ന്യൂക്ലിയർ ചാർജും ഇവിടെ ഒരു 1+ ആണ്, 3+ ആണ്. അതായത് ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണല്ലോ. അതാണ് ഈ പോസിറ്റീവ് ചാർജ് എഴുതി വെച്ചേക്കണത്. അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണാണല്ലോ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1+, ഒരു പ്രോട്ടോൺ, ഇവിടെ 3 പ്രോട്ടോൺ, ഇവിടെ 11 പ്രോട്ടോൺ, ഇവിടെ 19. അങ്ങനെ താഴേക്ക് വരും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി എന്താ, ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോ ഇത് അതിന് ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇത് വായിച്ചില്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ, ഈ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കും വിധം ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു.
അപ്പൊ ഇത്രേ ഉള്ളൂ പഠിക്കേണ്ടത്. ഒരു ഗ്രൂപ്പില് താഴേക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ ആറ്റത്തിന്റെ വലിപ്പം കൂടുകയും ചെയ്യുന്നു. താഴേക്ക് ഒരു ഗ്രൂപ്പിൽ ഇത് തന്നെയായിരിക്കും കേട്ടോ എല്ലാ ഗ്രൂപ്പിലും. ഇതിപ്പോ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രൂപ്പുകാരുടെ എടുത്തു എന്നുള്ളൂ. ഈ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ഗ്രൂപ്പില് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്, അതേപോലെ ആറ്റത്തിന്റെ വലിപ്പവും കൂടി കൂടിയേ വരുന്നത്. ഈ പോയിന്റ് മനസ്സിലായോ? ഇത്ര മനസ്സിലായോ? ഇനി സ്ലോയിൽ പോണോ? ഒന്ന് പറയോ? ഇത് മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ. ഓക്കെ, പറഞ്ഞോ. ആരും എന്തോ പറയണ്ടല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഗ്രൂപ്പില് താഴേക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു, അതേപോലെ തന്നെ ആറ്റത്തിന്റെ ഈ വലിപ്പവും കൂടുന്നു. അത് ഞാൻ പറഞ്ഞത് ആ പടം നോക്കിയിട്ടാണ് പറഞ്ഞത്. താഴേക്ക് പോരും തോറും ഈ ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. അത് നമ്മൾ ആ എക്സാമ്പിൾ എടുത്തു വെച്ച് നോക്കി പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നു. അപ്പൊ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം ഡിപ്പെൻഡ് ചെയ്യണ രണ്ട് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. ഒന്ന് ആറ്റത്തിന്റെ വലിപ്പം, അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിലാണെങ്കിൽ താഴേക്ക് വരും തോറും കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണീകരണ ഊർജം കുറയാണ് ചെയ്യണത്. അയോണീകരണ ഊർജം എങ്ങനെ കുറയണോന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിന്മേലുള്ള ആകർഷണ ബലം കുറയും. നോക്കിയേ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ലിഥിയത്തിന്റെ കേസിൽ ഈ ഇലക്ട്രോണെ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ വേണ്ട ഊർജത്തിനെയാണല്ലോ നമ്മൾ പറഞ്ഞ അയോണൈസേഷൻ എനർജി. ഈ പറഞ്ഞ ഒരു ഇലക്ട്രോണെ നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ ഉള്ളിലുള്ള ഇലക്ട്രോൺസ്, ഈ രണ്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്താണ് നിൽക്കുന്നത്. ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കും. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നാൽ കുറച്ചും കൂടി പുറത്തുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണ ഒരു ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് എനർജി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് കുറച്ച് എനർജി മതി എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ എനർജി കുറവ് മതി. നമ്മള് ഒരു നല്ല ആരോഗ്യമുള്ള ഒരാളെ തള്ളിയിടാൻ നല്ല എനർജി കൊടുക്കണോ, അതോ ഇപ്പൊ ഒരു വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാളെ തള്ളിയിടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് ശക്തി കൊടുത്താൽ മതി അല്ലെ? വെറുതെ ഒന്ന് തട്ടിയ ആള് താഴെ വീഴും. എന്നാൽ കുറച്ച് ആരോഗ്യമുള്ള ഒരാളെ തള്ളിയിടണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒരു ആരോഗ്യം കുറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഊർജം കൂടുതലായിരിക്കും. അതിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയെടുക്കണം. അതായത് ആരോഗ്യമുള്ള ഒരാളെ തള്ളിയിടണ പോലെയാണ് ഈ ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കണ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ. എന്നാൽ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് അകന്ന് നിൽക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാൻ വലിയ എനർജി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ആള് വീഴും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ. അതായത് ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഈ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഈ കേസിൽ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നത് അനുസരിച്ച് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ. അപ്പൊ അയോണൈസേഷൻ എനർജി കുറവ് മതി. താഴേക്ക് പോകും തോറും ഗ്രൂപ്പില് താഴേക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. ഷെല്ലുകൾ നമ്മൾ വരച്ചു നോക്കിയാണ്. ഇവിടെ ഹൈഡ്രജന് ഒരു ഷെല്ലുള്ളൂ, ലിഥിയത്തിനാണെങ്കിൽ 2 ഷെല്ലുണ്ട്, സോഡിയത്തിനാണെന്നുണ്ടെങ്കിൽ 3 ഷെല്ലുണ്ട്, പൊട്ടാസ്യത്തിനാണെങ്കിൽ അടുത്ത 4 ഷെല്ലുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടായാലും പഠിച്ചാൽ മതി. ഇതൊക്കെ ഒരു ഷെല്ലുള്ളൂ. ഇവിടെ 2 കെ ഷെല്ലിലും എല്ലില് ഒരു 1 അതായത് എൽ ഷെല്ലിലായിരിക്കും ഒരു ഇലക്ട്രോൺ വരിക. ഓക്കെ, അപ്പൊ നമ്മളിത് ഇത് കഴിഞ്ഞ ക്ലാസ് 2 ക്ലാസ് കാണാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഏത് ഷെല്ലാണെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോ
ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടിയും വരും, അതേപോലെ ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് എനർജി കൊടുത്താൽ മതി ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ. കുറച്ച് എനർജി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ എനർജി കുറവ് മതി. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി കുറച്ചും കൂടി വരുമ്പോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഓക്കെ, ചെറിയ കാര്യം പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ അതാണ് എഴുതി വെച്ചാണ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അതായത് കുറച്ച് അയോണൈസേഷൻ എനർജി മതി താഴേക്ക് വരും തോറും ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ. അപ്പം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അയോണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി ഒരു എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഗ്രൂപ്പിൽ അയോണൈസേഷൻ എനർജി കൂടുതൽ ഇപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡിൽ വരിക. ഗ്രൂപ്പിൽ കുറവ് അയോണൈസേഷൻ എനർജി നമ്മളിപ്പോ പറഞ്ഞു, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അതായത് അയോണൈസേഷൻ എനർജി കുറച്ചു മതി. താഴേക്ക് വരും തോറും അയോണൈസേഷൻ എനർജി കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും അയോണൈസേഷൻ എനർജി കുറയുകയാണെങ്കിൽ പീരീഡിലേക്ക് പോകും തോറും അയോണൈസേഷൻ എനർജി കൂടുകയായിരിക്കും വരിക. എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ. ഗ്രൂപ്പിൽ എന്താണോ നമ്മൾ പറയണേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡ്. ഇവിടെ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ കുറയും, അവിടെ കുറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടും. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ബാക്കി നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇനി നമ്മള് പീരീഡിൽ എങ്ങനെയാ ഈ അയോണൈസേഷൻ എനർജി എന്നാണ് പറയാൻ പോണത് കേട്ടോ. അപ്പൊ ഗ്രൂപ്പില് നമ്മൾ പറഞ്ഞു, ഒരു ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അയോണൈസേഷൻ എനർജി കുറയും. ഇനി നമ്മൾ പീരീഡിന്റെ കേസാട്ടോ പറയണത്. നമ്മുടെ എക്സാമ്പിൾ എടുക്കണത് അതെ ഈ ലിഥിയം ബെറിലിയം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങടുള്ളതാണ് പീരീഡ് എന്ന് പറയണത്. ലിഥിയം ബെറിലിയം ഈ പറഞ്ഞ ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ വെച്ചിട്ടാണ് നമ്മള് എക്സാമ്പിൾ പറയണേ. ഇതൊക്കെ ലിഥിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ. ഇത് ഞാൻ ഈ പീരിയോഡിക് ടേബിൾ വെച്ചിട്ടാണ് പറയണത് കേട്ടോ. ഇവിടെ നമുക്കറിയാം, ഈ പടം കാണുമ്പോ തന്നെ അറിയാം, എന്തേ പീരീഡില് ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും ഇങ്ങോട്ട് പോകും തോറും എന്തുണ്ടാവുക, ആറ്റത്തിന്റെ വലിപ്പം കുറയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. അത് നമുക്ക് ഒരു ഇത് വെച്ച് ചെയ്യാം. ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആറ്റോമിക് നമ്പർ 3 ആണ്, 2 1 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ ബെറിലിയത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ 2 2, ബോറോന്റെ 2 3. ഈ വരച്ചേക്കണത് നമുക്ക് അറിയണ കാര്യം തന്നെയാ. കാർബന്റെ ആണെങ്കിൽ 2 4, ആറ്റോമിക് നമ്പർ 6 ആണ്, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4. നൈട്രജന്റെ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 7, അപ്പൊ 2 5. ഓക്സിജന്റെ ആണെങ്കിൽ 2 6 ആണ് വരിക, ആറ്റോമിക് നമ്പർ 8. 9 ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ 9 ആണ് ആറ്റോമിക് നമ്പർ 2 7. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഷെല്ലുകളുടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിലും ഇവിടെ നോക്കിയപ്പോ 2 ഷെല്ലുകൾ വെച്ചിട്ടുള്ളൂ. ഷെല്ലുകൾ കേട്ടോ, കെ ഷെല്ലും ഉണ്ട്, എൽ ഷെല്ലും ഉണ്ട്. എല്ലാത്തിനും ഇവിടെയുള്ള എല്ലാത്തിനും രണ്ട് ഷെല്ലുകൾ വെച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഷെല്ലിന്റെ പരിപാടി നിന്നു. ഇനി ഇങ്ങോട്ട് പോകും തോറും ഈ അയോണൈസേഷൻ ഈ പറഞ്ഞ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. ന്യൂക്ലിയർ ചാർജ് പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടി വരുന്നു. 3+ ആയി, 4+ ആയി. ഈ 3+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം കാണിച്ചേക്കണതാണ് കേട്ടോ. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിന്റെ ഉള്ളിലാണല്ലോ കാണുന്നത്. ആ പ്രോട്ടോണുകളുടെ എണ്ണം കാണിച്ചേക്കണതാണിത്. ഇവിടെ 3+ ആയി, ഇവിടെ 4+ ആയി, 5+ ആയി, 6+ ആയി, 7+ ആയി, അങ്ങനെ. അപ്പൊ അങ്ങോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരണത്. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് ഈ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് അടുത്തേക്ക് ശക്തി
ശക്തിയായിട്ട് വലിച്ചു പിടിക്കും ന്യൂക്ലിയസിന്റെ അടുത്തേക്ക്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അവരെ പിടിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും, നേരത്തെ നമ്മൾ പറഞ്ഞ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, അതിനെ പിടിച്ചിട്ട് തള്ളി വീഴിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണ്. അപ്പൊ അയോണൈസേഷൻ എനർജി പീരീഡിൽ പോകും തോറും നമ്മൾ കൂടുതൽ ഊർജം കൊടുത്താൽ മാത്രമാണ് അവിടെയുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പീരീഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അയോണൈസേഷൻ എനർജി കൂടുതലാണ്. അതായത് കൂടുതൽ ഊർജം കൊടുത്താൽ മാത്രം, കൂടുതൽ സ്ട്രോങ് ആയിട്ട് തള്ളിയാൽ മാത്രമേ ഉള്ളൂ ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയേക്കണതും കൂടി ഒന്ന് വായിക്കാം. ഓക്കെ, എന്തേലും ഡൗട്ട് ഉണ്ടോ? എന്തേലും പറഞ്ഞാ? ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണെ ആകർഷിക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂക്ലിയസ് അങ്ങോട്ട് ടൈറ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ പീരീഡിൽ പിടിക്കും. അതിനാൽ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ചാർലിന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ, തെറ്റി പോയതാട്ടോ. അതനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. അത് നമ്മൾ പടം കാണുമ്പോൾ തന്നെ അറിയാം. ഈ ആറ്റത്തിന്റെ വലിപ്പം കുറയണ പോലെ പടം വരയ്ക്കാനുള്ള കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ന്യൂക്ലിയർ ചാർജ് കൂടാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുമ്പോ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഭയങ്കര ടൈറ്റിൽ പിടിക്കുമ്പോ ഈ വലിപ്പം അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് ചെയ്യണത്. ആറ്റത്തിന്റെ വലിപ്പം അങ്ങോട്ട് കുറയും. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കുറയാണ് ചെയ്യുക. ന്യൂക്ലിയസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അടുത്തേക്ക് പിടിച്ചു വലിച്ചേക്കുക. അപ്പൊ ആ ആറ്റത്തിന്റെ വലിപ്പം കുറയാണ് ചെയ്യണത്. അപ്പൊ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജം കൂടുന്നു. അതായത് അയോണൈസേഷൻ എനർജി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഊർജം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ എനർജി വേണം. പീരീഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകും തോറും പോസിറ്റീവ് അയോൺ ആകാനുള്ള പ്രവണത കുറയുന്നു. അത് വേറെ ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് നേരത്തെ പഠിച്ചു, ക്ലോറിന്റെ കേസില് ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനാ താല്പര്യം. ഇലക്ട്രോണെ ഒരെണ്ണത്തിനെ സ്വീകരിക്കാനാണ് താല്പര്യം. 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേബിൾ ആയി എന്നും പറഞ്ഞാണ് ക്ലോറിൻ നിൽക്കണത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ആൾക്കാണ് പോസിറ്റീവ് ചാർജ്. ഇപ്പൊ സോഡിയത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണ് സോഡിയത്തിന്റെ ടെൻഡൻസി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ഈ പറഞ്ഞ ഇലക്ട്രോണെ സ്വീകരിക്കാനാവും ടെൻഡൻസി. വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവർക്ക് കുറഞ്ഞേ വരുള്ളൂ. അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുന്നവർക്കാണ് പോസിറ്റീവ് ചാർജ്, സ്വീകരിക്കുന്നവർക്ക് നെഗറ്റീവ് ചാർജ് ആണ് എപ്പോഴും വരിക. അതാണ് ഈ എഴുതിയേക്കണത്. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും പോസിറ്റീവ് അയോൺ ആകാനുള്ള പ്രവണത കുറയുന്നു. അതെന്താ? നെഗറ്റീവ് അയോൺ ആകാനുള്ള പ്രവണതയാണ് കൂടുക. ഇടത്തു നിന്ന് വലത്തോട്ട് എന്ന് പറയണത് മനസ്സിലായില്ലേ? ഇതാണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന്. ഇത് ഇടത് സൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഇടത്തുനിന്ന് ഇങ്ങോട്ട് പോണ ഡയറക്ഷൻ ആണ് ഈ പറയണത്. വലത്തോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണ കാര്യമാണ് ഈ പറയണത്. ഈ അയോണൈസേഷൻ എനർജി മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇത് അത്ര പെട്ടെന്ന് ക്ലിക്ക് ആവണ ഒരു കാര്യമല്ല. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവരും ഒന്നും റിപ്ലൈ തരുമോ ഇതിന്? ഞാൻ അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും. മനസ്സിലാവാത്തവര് മനസ്സിലായില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ അടുത്തയിലേക്ക് ഞാൻ പോണതിന് കുഴപ്പമില്ലല്ലോ. മെജോറിറ്റിയുടെ റിപ്ലൈ നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ കുറെ പേർക്ക് മനസ്സിലായി എന്നാ പറഞ്ഞ. വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് അയോണൈസേഷൻ എനർജി എന്താന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ വേണ്ട ഊർജത്തിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ അയോണൈസേഷൻ എനർജി എന്ന് പറയണു. അയോണൈസേഷൻ എനർജി രണ്ട് കാര്യത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് ആറ്റത്തിന്റെ സൈസ്, രണ്ട് ന്യൂക്ലിയർ ചാർജ്. ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരിക. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാം. കാര്യം ന്യൂക്ലിയസ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
അപ്പൊ പെട്ടെന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാം. അപ്പൊ കുറച്ച് എനർജി കൊടുത്താൽ മതി, അപ്പോഴേക്കും ഇലക്ട്രോണെ റിമൂവ് ചെയ്യാം. അപ്പോൾ അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. പീരീഡിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അപ്പൊ ന്യൂക്ലിയസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അടുത്തേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ ആറ്റത്തിന്റെ സൈസ് കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പൊ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും അയോണൈസേഷൻ എനർജി കൂടും. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി അടുത്തത് ഞാൻ പറയാൻ പോവാട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മുടെ ആ സോഡിയത്തിന്റെ ക്ലോറിന്റെ എക്സാമ്പിൾ മാത്രം മനസ്സിലുണ്ടായാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞുണ്ടായി, ഇത് ഈ സോഡിയം ക്ലോറിനും തന്നെ വെച്ചിട്ട് എന്തിനാ പറയണേന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. സോഡിയം ക്ലോറിന്, സോഡിയം ഇവിടെ കിടക്കണോ, ക്ലോറിനാണെങ്കിൽ ഈ അറ്റത്തും കിടക്കണം. അത് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എലമെന്റ് എനിക്ക് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കണത് കേട്ടോ. സോഡിയം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുണ്ടായി, സോഡിയം എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് മെറ്റൽ ആണ്. ഓക്കെ, അതൊരു മെറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ഇതൊക്കെ മെറ്റലാ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ഈ മെറ്റാലിക് പ്രോപ്പർട്ടി കുറഞ്ഞു വരിക. കാര്യം ക്ലോറിൻ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ക്ലോറിൻ ഒരു മെറ്റൽ ഒന്നല്ല, അതൊരു വാതകമാണ്. അപ്പൊ പീരീഡില് ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവമാണ് കൂടുക, അല്ലെ? അതായത് ലോഹ സ്വഭാവം കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പൊ സോഡിയത്തിന്റെ കേസിൽ ഇവിടെ സോഡിയം ഒരു ലോഹമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയാണ്, അല്ലെ? ലോഹ സ്വഭാവം കുറയും. ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കും അലുമിനിയം ഒക്കെ ലോഹല്ലേന്ന്. ലോഹമാണ്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും ഇത് നമ്മൾ ആ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോണ സ്വഭാവം എങ്ങനെയാണ്, അതേപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സ്വഭാവം എങ്ങനെയാണ്, ഈ രണ്ട് കാര്യമാണ് നമ്മൾ പറയണത്. അതുകൊണ്ടാണ് ഒരാളെ സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. അപ്പൊ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇവിടെ കിടന്ന സോഡിയം ഇങ്ങോട്ട് പോകും തോറും ക്ലോറിനൊക്കെയാണ് കിടക്കണത്. അപ്പൊ ഇങ്ങോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുക. എന്ത് സ്വഭാവം കൂടും? അലോഹ സ്വഭാവം കൂടും. അപ്പൊ ഗ്രൂപ്പിലാണെങ്കിൽ നേരെ തിരിച്ച്, പീരീഡിന്റെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗ്രൂപ്പില്. പീരീഡിൽ ഞാൻ പറഞ്ഞു ലോഹ സ്വഭാവം കുറയും. അപ്പൊ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരും തോറും ലോഹ സ്വഭാവം കൂടും. പിന്നെ ഞാൻ പറഞ്ഞു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവം കൂടുകയെന്ന്. കാര്യം ക്ലോറിൻ ഒരു അലോഹ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നേരെ തിരിച്ച് താഴേക്ക് വരും തോറും ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് റിപ്ലൈ തരുമോ? കുറച്ചും കൂടി പേരൊന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ, കുറെ പേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും പെട്ടെന്ന് പഠിക്കണ പിള്ളേരാട്ടാ. ഞാൻ ചില ഓഫ്ലൈൻ ക്ലാസ്സിന് പോലും ഈ ഒരു ടോപ്പിക്ക് 2 മണിക്കൂർ നിന്ന് കഥ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ ബാച്ചില് നന്നായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണ പിള്ളേരാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ, ഞാൻ ഉള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതാണ്, ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയും. നേരെ തിരിച്ച് പീരീഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ലോഹ സ്വഭാവം കൂടുന്നു. ഇവിടെയാണെങ്കിൽ പീരീഡിലാണെങ്കിൽ ലോഹ സ്വഭാവം കുറയുന്നു, ഗ്രൂപ്പിലാണെങ്കിൽ ലോഹ സ്വഭാവം കൂടുന്നു. ഇനി അലോഹ സ്വഭാവം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അലോഹ സ്വഭാവം കുറയും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് പീരീഡിൽ നമ്മൾ ക്ലോറിന്റെ കേസ് വെച്ച് പറഞ്ഞതാണ്, ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്തോറും അലോഹ സ്വഭാവം കൂടുന്നു.
ഞാൻ കട്ടായി പോയി എന്ന് വിചാരിച്ചു കേട്ടാ, സോറി. അതാണ് നിർത്തിയത്. ഇനി നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടായില്ല. ഒരു മിനിറ്റ്. സ്ലൈഡ് ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യണത് കാണാൻ പറ്റണ്ട? ഒന്ന് പറയോ? കാണാം. ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു കാര്യമാണ്, രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ് പറയണത്. ഓക്കെ. അപ്പൊ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ പറയണ പേരാണ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. ഇനി ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന എലമെന്റുകളെ നമ്മൾ പറയണതാണ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ഇപ്പൊ നമുക്ക് പറയാം, സോഡിയത്തിന്റെ കേസിലാണെങ്കിൽ സോഡിയം ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ സോഡിയത്തിനെ നമുക്ക് പറയാം, വിട്ടുകൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് പറയാം എന്ത്? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. എന്നാൽ ക്ലോറിന്റെ കേസിലാണെങ്കിൽ, ക്ലോറിനാണെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി. അപ്പൊ ക്ലോറിനെ നമുക്ക് പറയാം ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് വേറെ ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ പറ്റുന്ന പോലെ അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ ലോഹങ്ങളെ നമ്മൾ പറയണ പേരാണ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ. നെഗറ്റീവ് അയോണുകളായി മാറുന്ന അലോഹങ്ങളെ നമ്മൾ പറയണതാണ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നോക്കിയേ, ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിന് ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി. അപ്പൊ ഒരു പീരീഡില് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയും ചെയ്യും. എന്നാൽ ഈ സോഡിയത്തിന്റെ കേസിലാണ് ഈ സോഡിയത്തിന് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണ് ടെൻഡൻസി. അപ്പൊ ഗ്രൂപ്പിലാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുക. പീരീഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എന്താ അർത്ഥം? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. എന്നാൽ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ആണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഇത്രയും ക്ലിയർ ആയോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നോടി പറയും. അതായത് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയണത് ഇലക്ട്രോണെ സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ളവരെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയണത്. അപ്പോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസിലൊക്കെ ഇപ്പൊ ക്ലോറിന്റെ കേസ്, സോഡിയം ക്ലോറൈഡ് തന്നെ എടുക്കാം. ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി. അപ്പൊ ഇലക്ട്രോണെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയാം. അപ്പോ ക്ലോറിൻ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പൊ ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. പീരീഡില് ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. എന്നാ ഗ്രൂപ്പിന്റെ കേസിൽ നമുക്ക് സോഡിയത്തിന്റെ കാര്യമൊക്കെ അറിയാം, അവർക്ക് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണ് ടെൻഡൻസി. അപ്പോ
ഈ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി ഉള്ളതിനെ നമ്മൾ പറയണ പേരാണ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. അപ്പൊ ഗ്രൂപ്പിലാണെങ്കിൽ താഴേക്ക് വരും തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. പീരീഡിലാണെങ്കിൽ നേരെ തിരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയണത് പീരിയോഡിക് ട്രെൻഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി ഞാൻ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാര്യം, അതേപോലെ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ടുള്ള കാര്യമാണ് ഈ പറയണത്. ആറ്റത്തിന്റെ വലിപ്പം നമുക്കറിയാം, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എങ്ങനെയാണ്? നിങ്ങള് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആറ്റത്തില് ഞാൻ ആ സ്ലൈഡ് നീക്കിയിടാം, എന്നിട്ട് നിങ്ങൾ പറയണേ ആറ്റത്തിന്റെ വലിപ്പം പീരീഡിൽ എങ്ങനെയാണ്? കൂടാണോ കുറയാണോ? ഇൻക്രീസ് ഓർ ഡിക്രീസ്? ആറ്റത്തിന്റെ വലിപ്പം പീരീഡില് കുറയുന്നു. കുറയുന്നു. ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിലാണെങ്കിൽ എങ്ങനെയാ? കൂടുന്നു. 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 ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് കൂടുന്നു, പീരീഡിലാണെങ്കിൽ കുറയുന്നു. ഇനി ലോഹ സ്വഭാവം എങ്ങനെയാന്ന് പറഞ്ഞേ? ലോഹ സ്വഭാവം മെറ്റാലിക് ക്യാരക്ടർ പീരീഡിലാണെങ്കിൽ ലോഹങ്ങള് അലോഹ സ്വഭാവമാണ് പീരീഡിലാണെങ്കിൽ കൂടുക, ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുക. ഗ്രൂപ്പിലാണെങ്കിലോ? ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. താഴേക്ക് വരുന്തോറും ഗ്രൂപ്പിൽ ലോഹ സ്വഭാവം കൂടുന്നു, അലോഹ സ്വഭാവം കുറയുന്നു. ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ലോഹ സ്വഭാവം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരും തോറും കൂടുന്നു, പീരീഡിലാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കുറയുന്നു. ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും അലോഹ സ്വഭാവം കുറയുമ്പോ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് അലോഹ സ്വഭാവം കൂടുന്നു. ഡൗട്ട് ഉണ്ടോ ആർക്കേലും? ഓക്കെ. അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാന്ന് പറഞ്ഞേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡിൽ എങ്ങനെയാ? ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡില് പീരീഡിലാണെങ്കിൽ കൂടുന്നു. കുറെ പേര് ഡിക്രീസ് എഴുതിയുണ്ടല്ലോ, ഇതിന്റെയാണോ നേരത്തെ തന്നെയാണോ ആൻസർ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെങ്കിൽ പീരീഡില് കൂടി വരിക എന്നല്ല പറഞ്ഞേ. ക്ലോറിൻ ഞാൻ പറഞ്ഞു ഇലക്ട്രോണെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇലക്ട്രോണെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി അപ്പൊ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണെങ്കിൽ കുറയും. ഡൗട്ട് ഉണ്ടോ ആർക്കേലും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ കുറയുന്നു, പീരീഡിലാണെങ്കിൽ കൂടുന്നു. അയോണൈസേഷൻ എനർജി എങ്ങനെയാ? അയോണൈസേഷൻ എനർജി പീരീഡില് കൂടും, ഗ്രൂപ്പിലാണെങ്കിൽ കുറയും. ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഒന്ന് പറയോ? ഇതാണ് പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഭാഗം. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി പറഞ്ഞു തരണോ? മിസ്, ഈ ഇലക്ട്രോ പോസിറ്റീവും ഇലക്ട്രോ നെഗറ്റീവും ജസ്റ്റ് പിക്ചർ വൈസ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയണത് നോക്കിയേ, നമ്മൾ ഈ സോഡിയത്തിന്റെ ക്ലോറിന്റെ കാര്യം മാത്രം ആലോചിക്കുക. ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഇത് വെച്ച് എക്സാമ്പിൾ വെച്ചാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ക്ലോറിൻ കിടക്കണത് ഇവിടെ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന ഈ വലത്ത് ഭാഗത്തായിട്ടാണ് ക്ലോറിൻ കിടക്കണത്.
ക്ലോറിനെ സംബന്ധിച്ച് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 അതായത് ഒരു ഇലക്ട്രോണേയും കൂടി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളാണ് ക്ലോറിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയണത് ഇലക്ട്രോണെ സ്വീകരിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയണത് ആണ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ, രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ ആ ലോഹങ്ങളെ നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ പീരീഡില് ഈ പറഞ്ഞ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കാൻ നിൽക്കണതാ. ഈ സോഡിയത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അറിയാം ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണ് ഇരിക്കണത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. എന്നാൽ സോഡിയത്തിന്റെ കേസിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നതോറും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ട് കളയാനായിരിക്കും ടെൻഡൻസി ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും. അപ്പോൾ ഇവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി. അത് ഇത്ര ആലോചിച്ചാൽ മതി. സോഡിയത്തിനാണെങ്കിൽ വിട്ടുകൊടുക്കാനാണ് ടെൻഡൻസി, അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റാ. ക്ലോറിനാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കാനാണ് ടെൻഡൻസി, അപ്പൊ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റാ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും എന്താണ് കണ്ടീഷൻ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, താഴേക്ക് വരും തോറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, താഴേക്ക് വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുക. പീരീഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ക്ലിയർ ആണോ? ഓക്കെ. എല്ലാവർക്കും മനസ്സിലായോ? ആരും ഒന്നും പറയണില്ലല്ലോ. ഒന്നും കൂടി പറഞ്ഞു തരണോ? ധന്യ പറഞ്ഞു തരണ്ടെന്നാണോ പറഞ്ഞത്, അതോ മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? എല്ലാവർക്കും മനസ്സിലായോ? 51 പേരുണ്ട്. 51 പേരിലൊരു 49 പേര് 48 പേര് സ്റ്റുഡൻസ് ആവാനാണ് സാധ്യത. ഓക്കെ, ധന്യക്ക് ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഇതിൽ നിന്ന് ഞാൻ കട്ടക്കുള്ള ക്വസ്റ്റ്യൻസ് PYQ ഇടുമ്പോ എഴുതിക്കൊള്ളൂട്ടോ എല്ലാവരും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ ഇട്ടേക്കണതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. എല്ലാ ക്വസ്റ്റ്യനും PYQ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോട്ടെ. മനസ്സിലാവാത്തവര് പറയണേ. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു പീരീഡിന്റെ കാര്യം, നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് പറയുന്നത് മോസ്ലി ആണെന്ന് പറഞ്ഞു. എന്നാൽ പീരിയോഡിക് ടേബിൾ ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് മെന്റലിയഫ് ആണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെന്റലിയഫ് ആണെന്ന് പറഞ്ഞു. പിന്നെ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ഫാമിലിയുടെ നെയിമും പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾ ബുക്ക് എടുക്കുക. ബുക്ക് ഇനിയുള്ളതിനൊക്കെ നോട്ട്ബുക്ക് വേണേ. ബുക്ക് എടുത്തിട്ട് പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19 അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും എഴുതിയേ. വേഗം എഴുതൂട്ടാ.
ഓക്കെ, കുറെ പേര് എഴുതിയിട്ടുണ്ട് 2881 ആണെന്ന് എഴുതി. അന്ന് നമ്മൾ ആ ക്ലാസ്സിൽ 289 എന്നൊക്കെ നമ്മൾ എഴുതി, എന്നിട്ട് അതെന്താ എഴുതാൻ പറ്റാത്ത എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അല്ലെ. അത് നമ്മൾ പറഞ്ഞു, അത് പിന്നീട് പഠിക്കും നമ്മൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തതെന്ന്. അപ്പോ ബോർ മാതൃക പ്രകാരം നമ്മൾ 289 എഴുതാൻ പറ്റില്ല. കാര്യം എൻ ഷെല്ലില് എം ഷെല്ലില് 18 ഇലക്ട്രോൺസ് വരെ ഉൾക്കൊള്ളുമെങ്കിലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്ത എന്ന് ആർക്ക് വിവരിക്കാൻ പറ്റിയില്ല? ബോറിന് വിവരിക്കാൻ പറ്റിയില്ല. അപ്പൊ തുടർന്നുള്ള പഠനത്തിലാണ് നമ്മളിപ്പോ എഴുതിയേക്കണത് ഇതാട്ടോ. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 ആണ്. അപ്പോ ഇത് നോക്കണ്ട കേട്ടോ, എന്തോ തെറ്റിപ്പോയതാ. ഓക്കെ, അപ്പോ ഇതെങ്ങനെ 9 എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോ ഒരു പോയിന്റ്, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ചെയ്ത ഫോണ്ടൊക്കെ മാറിപ്പോയി. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഈ ഇലക്ട്രോൺ ഷെല്ലുകൾക്ക് ഈ ഒരു ആകർഷണ ബലം ഉള്ളത് കുറയാണ് ചെയ്യുക അല്ലെ. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയാണ് ചെയ്യുക കേട്ടോ. അതൊന്ന് മനസ്സിലുണ്ടായാൽ മതി. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ പീരീഡിന്റെ കേസിലൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു ആകർഷണ ബലം കുറയുക എന്താ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. നോക്കട്ടെ നിങ്ങള്. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. അപ്പോ പിന്നീട് നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഓരോ ഷെല്ലിലും, ഇപ്പൊ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓരോ ഷെല്ലിലും ഒരു ഉപ ഊർജ നിലകൾ ഉണ്ടെന്ന് പിന്നീടുള്ള പഠനങ്ങളിൽ നമുക്ക് പിന്നീട് കണ്ടുപിടിച്ചു. അത് എന്തുകൊണ്ടാണ് ഈ 289 എന്നോ പൊട്ടാസ്യത്തിന്റെ ഒന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റാത്തതെന്ന് പിന്നെ അതിനെ പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഓരോ ഷെല്ലുകളിലും പിന്നെയും സബ് എനർജി ലെവൽസ് ഉണ്ട്, പിന്നെയും അതിൻ്റെ ഉള്ളിൽ സബ് എനർജി ലെവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ പറയണ പേരാണ് സബ് ഷെല്ലുകൾ. അപ്പൊ പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാണ് SPDF. ഓക്കെ, ഓരോ ഷെല്ലിലും ഉള്ള ഉപ ഊർജ നിലകളെയാണ് നമ്മൾ സബ് ഷെൽ എന്ന് പറയുക. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാണ് SPDF. ഓക്കെ, ഇനി ആറ്റം ഘടന, ഇതൊരു 3 ഡയമെൻഷൻ ഫിഗറിലാണ് നമ്മൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞു വെക്കണത്. ഇനി ഈ പ്രധാന ഊർജ നിലകൾ, അതായത് നമ്മുടെ ഷെല്ലുകളിൽ തന്നെയുള്ള ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടുതലുള്ള മേഖലയെയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതേനെ പറയുന്ന പേര് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഇനി നമ്മൾ പറയാൻ പോണതാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ നമ്മൾ പറഞ്ഞു ഓരോ ഷെല്ലിലും സബ് എനർജി ലെവൽസ് ഉണ്ട്, ഉപ ഊർജ നിലകളുണ്ട്. അതിനെ നമ്മൾ SPDF എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു. അപ്പോ ഈ പറഞ്ഞ ഉപ ഊർജ നിലകളില് ഇലക്ട്രോണെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി സാധ്യതയുള്ള ഏരിയനെയാണ് നമ്മൾ പറയണ ഓർബിറ്റൽ എന്ന്. ഓക്കെ, അപ്പൊ പ്രധാന ഊർജ നിലകളിലെ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയതിലുള്ള മേഖലനെ പറയണ പേരാണ് ഓർബിറ്റലുകൾ. ഇനി ഇത് പഠിക്കണേ, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കുറച്ചൊക്കെ മനസ്സിലായിണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഷെല്ലിലും പിന്നെയും കുറച്ച് സബ് എനർജി ലെവൽ ഉണ്ട്. അതിനെ ഇട്ട പേരാണ് SPDF എന്ന് പേരിട്ടു. അപ്പൊ ഈ SPDFന്റെ ഉള്ളില് ഇലക്ട്രോൺസ് കാണപ്പെടാൻ സാധ്യത കൂടുതലുള്ള ഏരിയനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ വേറെ, ഓർബിറ്റ് വേറെ കേട്ടോ. ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത നമ്മൾ പറഞ്ഞ ഓർബിറ്റ് എന്ന് പറയുന്നത് ഷെല്ലിനെയാണ് നമ്മൾ പറയണത്. ഇത് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ സബ് എനർജി ലെവൽസില് SPDFല്
അതില് ഇലക്ട്രോൺസിനെ കാണാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഏരിയനെ പറയണ പേരാണ് ഓർബിറ്റൽ എന്ന് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ്, ഇങ്ങനെ 4 തരാണ് സബ്ഷെല്ലുകൾ ഉള്ളത്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 പറഞ്ഞു. അപ്പോ ഇത് നമ്മൾ പഠിക്കുകയാണ്. എസിലാണെങ്കിൽ ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഇതൊക്കെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇതിന്റെ ഒക്കെ പടമൊക്കെ ഉണ്ട്. ഇപ്പൊ എസിന്റെ ഷേപ്പ് ഗോളാകൃതിയാണ്, പി ആണ് ഈ ഡമ്പലാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യണത് കേട്ടോ. അതൊക്കെ +2 ലെവലാണ്. നമുക്ക് കൂടുതൽ കെമിസ്ട്രിയിലേക്ക് ഒരു 10th ലെവലിലുള്ള രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ അത്രയും ഹയർ എക്സാം ആണെങ്കിൽ ഇനി അത്രയും ഡീപ്പായിട്ട് ചോദിക്കുള്ളൂ. ഡീപ്പായിട്ട് ചോദിക്കണ ഏരിയകൾ ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതാണ് ഈ പീരിയോഡിക് ട്രാൻസ് ഒക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എസ് എന്ന് പറഞ്ഞ ഈ സബ്ഷെല്ലില് ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞു നേരത്തെ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പൊ ഈ എസിന് ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. അപ്പൊ 1 × 2 ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പൊ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ. പിക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ഓർബിറ്റൽ ഉണ്ട്. അതായത് ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വെച്ച് കൊള്ളും. അപ്പൊ 3 × 2 ആകെ 6 ഇലക്ട്രോൺസ് പിയിൽ ഉൾക്കൊള്ളും. ഡിയിലാണെങ്കിൽ ആകെ 5 ഓർബിറ്റൽ ആണുള്ളത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് മാക്സിമം പറ്റും. അപ്പൊ ഡിയിലാകുമ്പോ മാക്സിമം 5 × 2 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. എഫിലാണെന്നുണ്ടെങ്കിൽ ആകെ 7 ഓർബിറ്റൽ ആണ് ഉള്ളത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് പറ്റും. അപ്പൊ മൊത്തം 14 ഇലക്ട്രോൺ. ഇത് പഠിച്ചില്ലെങ്കിലും നമ്പർ ഓഫ് ഓർബിറ്റൽസ് പഠിച്ചില്ലെങ്കിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പഠിക്കണം. എസിലാണെങ്കിൽ 2 ഇലക്ട്രോൺസ് മാക്സിമം, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിലാണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോൺ. ഇതെന്തായാലും പഠിക്കണം. അപ്പൊ ഈ ഇലക്ട്രോണുകളുടെ എണ്ണം അറിയാമെങ്കിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് നേരെ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? പിയില് നമുക്കറിയാം മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. മാക്സിമം കിട്ടണത് 6 ഇലക്ട്രോൺ. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? അതിന്റെ പകുതി ആവൂലോ. അപ്പൊ പി എന്ന് പറയണത് ഓർബിറ്റലിന്റെ എണ്ണം 3 ആയിരിക്കും. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ. 3 × 2 ചെയ്തപ്പോഴാണല്ലോ 6. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓർബിറ്റലിന്റെ എണ്ണവും കിട്ടും. ഇപ്പൊ 10 ഡിയില് മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എത്ര ഓർബിറ്റല്? 10 ÷ 2 കിട്ടും, 5 ആണെന്ന്. 14 ആണെങ്കിൽ 14 ÷ 2 ചെയ്ത 7 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പറ്റുക. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രം നിങ്ങൾ പഠിക്കാം. ഇതാണ് പഠിക്കേണ്ടത്. എസില് മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിലാണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. എസിലാണെങ്കിൽ 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഉണ്ടാവുക. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, ഇനി നമുക്ക് പടമൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ മുന്നോട്ട് പോകും തോറും ക്ലിയർ ആവാത്തവർക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ഇനിയിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ ഇതുവരെ പഠിച്ചത് KLM എന്നൊക്കെ പറഞ്ഞ ഷെല്ലുകൾ നമ്മൾ പഠിച്ചു, ആദ്യം നമ്മൾ പറഞ്ഞത്. ഇനി ഈ KLMN ഷെല്ലുകളില് K എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഷെല്ലാണ് നമുക്കറിയാം, L എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഷെല്ലാണ്, അതാണ് 2, M എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഷെല്ലാണ്, അതാണ് 3 എന്ന് എഴുതിയേക്കണേ. N എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലായതുകൊണ്ടാണ് 4. പിന്നെ നമ്മൾ ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായി. K ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോൺ, 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Kയിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺ, Lലാണെങ്കിൽ 8 ഇലക്ട്രോൺ, Mലാണെങ്കിൽ മാക്സിമം 18 ഇലക്ട്രോൺ, Nലാണെങ്കിൽ 32. Nന്റെ നമ്പർ 4 ആയതുകൊണ്ട് 4.
ഈ ടേബിളിന്റെ ആദ്യത്തെ 2 മനസ്സിലായോ? ഷെൽ നമ്പറും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും. ഓക്കെ, കുറെ പേർക്ക് മനസ്സിലായി തോന്നുന്നു. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞു. പറഞ്ഞോ, ആരെങ്കിലും എന്തിനും പറയണ്ട? ഓക്കെ, അപ്പൊ കുറെ പേർക്ക് മനസ്സിലായി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്തത് പറയാൻ പോവാണ് സബ് ഷെല്ല് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലില് മാക്സിമം നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. ഒന്നാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ 2 സബ് ഷെല്ല് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെൽ ഉണ്ടാവും. മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിലാണെങ്കിൽ 4 സബ് ഷെല്ല്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ എന്ന്. അതാണ് ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ് എഴുതിയേക്കണം. ഒന്നാമത്തെ ഷെല്ലില് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. ഈ 1 എന്ന് പറയണത് ആ ഷെല്ലിന്റെ നമ്പറാണ്. അതായത് ഒന്നാമത്തെ ഷെല്ലിലെ ഒന്നാമത്തെ സബ് ഷെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലില് ആകെ എത്ര സബ് ഷെല്ല് ഉണ്ട്? ഒരു സബ് ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിൽ എത്ര സബ് ഷെല്ല് ഉണ്ട്? 2 സബ് ഷെല്ല്. മൂന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ എത്ര സബ് ഷെല്ല് ഉണ്ട്? 3 സബ് ഷെല്ല്. നാലാമത്തെ ഷെല്ലിലാണെങ്കിൽ 4 സബ് ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെൽ എന്ന് പറഞ്ഞാൽ അത് എസ് എന്ന് പറഞ്ഞ ഒരു സബ് ഷെല്ലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ല് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു സബ് ഷെല്ല് എസും ഒരു സബ് ഷെല്ല് പിയും ആയിരിക്കും. മൂന്നാമത്തെ ഷെല്ലില് 3 സബ് ഷെല്ലാണുള്ളത്. ഒന്ന് എസ്, ഒന്ന് പി, ഒന്ന് ഡി. നാലാമത്തെ ഷെല്ലിലാണെങ്കിൽ 4 സബ് ഷെല്ലാണുള്ളത്. അതായത് എസ്, പി, ഡി, എഫ്. അതാണ് അവിടെ എഴുതിയേക്കണത്. ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെൽ, അതാണ് നമ്മൾ 1s എന്ന് എഴുതിയേക്കണത്. അത് ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ടാണ് 1 എഴുതിയേക്കണത്. ഇനി രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ല്, 2s-ഉം 2p-യും. അതായത് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ടാണ് 2s-ഉം 2p എന്ന് എഴുതിയേക്കണത്. മൂന്നാമത്തെ ഷെല്ലില് 3 സബ് ഷെല്ലാണുള്ളത്. മൂന്നാമത്തെ സബ് ഷെല്ലാണെന്ന് കാണിക്കാനാണ് 3s, 3p, 3d എന്ന് എഴുതിയേക്കണത്. നാലാമത്തെ ഷെല്ലില് 4 സബ് ഷെല്ല് ഉള്ളത്. നമ്മൾ പറഞ്ഞു SPDF. അപ്പൊ നാലാമത്തെ ഷെല്ലാണെന്ന് കാണിക്കാം 4s, 4p, 4d, 4f. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ പറഞ്ഞ SPDF ഒക്കെ കൂട്ടുമ്പോ ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടുമെന്ന്. എസ്സില് നമ്മൾ പറഞ്ഞു മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. അപ്പൊ 1s മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റുള്ളൂ? 2 ഇലക്ട്രോൺ. ആ 2ആണ് ഈ എഴുതിയേക്കണത്. എസ്സില് മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? എസ്സില് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളൂ. അതാണ് ഈ എഴുതിയേക്കണത്. 1s ആകെ മാക്സിമം 2 ഇലക്ട്രോൺസ് ഉള്ളൂ. 2s, 2p രണ്ടാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് 2s-ഉം 2p. എസ്സിലാണെങ്കിൽ ആകെ 2 ഇലക്ട്രോണാ പറ്റുള്ളൂ. പിയിലാണെങ്കിൽ ആകെ 6 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ അതാണ് 2s-ല്. 2-ലാണെങ്കിൽ ആകെ 2 ഇലക്ട്രോൺസ് പറ്റും. പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് പറ്റും അല്ലെ? പിയില് നമ്മൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം എഴുതിയാണ്. അതാണ് ഈ എഴുതിയേക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ 2s-ഉം 2p-യും ഈ 2-ഉം ഈ 6-ഉം കൂടി കൂട്ടുമ്പോ ഈ പറഞ്ഞ 8 കിട്ടല്ലേ? മാക്സിമം 8 ഇലക്ട്രോൺസ് കിട്ടണ്ട്.
ഇനി 3s 3p d അതായത് മൂന്നാമത്തെ സബ്ഷെൽ. എസില് മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ, പിയില് മാക്സിമം 6 ഇലക്ട്രോൺസേ പറ്റുള്ളൂ, ഡിയില് മാക്സിമം 10 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. അപ്പൊ 2 + 6 8, 8 + 10 18 ഇലക്ട്രോൺസ് മൂന്നാമത്തെ ഷെല്ലില് ഉൾക്കൊള്ളും. ഓക്കെ, അടുത്തത് നാലാമത്തെ ഷെല്ല്. നാലാമത്തെ ഷെല്ലാകുമ്പോ 4 സബ്ഷെൽ ഉണ്ട്. 4s 4p 4d 4f. എസിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, എഫിലാണെന്നുണ്ടെങ്കിൽ 14 ഇലക്ട്രോൺസ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കുക. 2 + 6 8, 8 + 10 18, 18 + 14 32. മാക്സിമം ഉള്ള ആ എൻ ഷെല്ലില് മാക്സിമം 32 ഇലക്ട്രോൺസ് ആണ് കൊള്ളുള്ളൂ. ആ 32 ആണ് ഈ എഴുതി വെച്ചേക്കണം. ഇത് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, കുറെ പേർക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മള് ഈ സബ്ഷെൽ വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിക്കേണ്ടത്. സബ്ഷെൽ വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയണത്. അതായത് ഇലക്ട്രോൺസ് എനർജി കുറഞ്ഞ ലെവല് ഫില്ല് ചെയ്തിട്ടാണ് എനർജി കൂടിയതിൽ ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ഓഫ് ബോ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇത്ര ഉള്ളൂ. ഇതിപ്പോ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ഷെല്ല് 1s എന്ന് എഴുതി, രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെൽ ഉണ്ട്, 2s 2p എന്ന് എഴുതി, മൂന്നാമത്തെ സബ്ഷെല്ല് 3 എഴുതി, 3s 3p 3d. നാലാമത്തെ ഷെല്ലില് നമുക്കറിയാം 4 സബ്ഷെൽ ഉണ്ട്, അത് നേരത്തെ പിടിച്ച് നേരെ എഴുതി, 4s 4p 4d 4f എന്ന് എഴുതി. അഞ്ചാമത്തേല് ഉള്ള സബ്ഷെല്ലുകൾ എഴുതി, 5s 5p 5d 5f, മാക്സിമം എഫ് വരെയുള്ള പറയാറ്. ഓക്കെ, അതുകൊണ്ടാണ് 5f വരെ എഴുതി വെച്ചേക്കണേ. ഇനി ഉണ്ടെങ്കിലും അത് അതിന്റെ അപ്പുറത്തേക്ക് തന്നെ നമ്മൾ എഴുതാം. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് വെറുതെ എന്നിട്ട് ഇങ്ങനെ വരച്ചേക്കണതേ ഉള്ളൂ. 1s കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി കൂടണത് 2s-നായിരിക്കും, 2s കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി കൂടണത് 2p-ലാവും, 2p-ൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3s-ലായിരിക്കും എനർജി കൂടുതൽ, 3s കഴിഞ്ഞാൽ 3p-ലാവും, 4s പിന്നെ 3d 4p 5s. ഇങ്ങനെ ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണതിന്റെ ഉള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. 1s 2s 2p 3s ഇത് തന്നെയാണ് കേട്ടോ എഴുതിയേക്കണം. 1s 2s 2p 3s 3p 4s 3d 4p 5s ആ ഓർഡർ ആണ് എഴുതിയേക്കണം. പിന്നെ കൺഫ്യൂഷൻ വരാൻ പോണത് 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d, 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d. ഈ ഫിഗർ എടുത്ത് നോക്കാം. 3s കഴിഞ്ഞ് 3p കഴിഞ്ഞിട്ടാണ് 4s, അത് കഴിഞ്ഞ് 3p കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ടാണ് 3d. അത് എനർജി കൂടി വരുന്ന ക്രമമാണിത്. 3s-നേക്കാളും എനർജി കൂടുതൽ 3p-ക്കാണ്, 3p-യിലും എനർജി കൂടുതൽ 4s-നാണ്, 4s-നേക്കാളും എനർജി കൂടുതൽ 3d-ക്കാണ്. അതാണ് ആ ഓർഡർ എഴുതിയേക്കണത്. ഇത്രയും ക്ലിയർ ആയോ? ആ ഓർഡർ മനസ്സിലായോ? ഒന്നും കൂടെ പറയോ? ഓക്കെ, ഇവിടെ ഈ ഓർഡർ വേറെ വഴിയൊന്നുമില്ല, നമ്മൾ കാണാണ്ട് പഠിക്കാനേ ചെയ്യാൻ പറ്റുള്ളൂ. 1s-നേക്കാളും എനർജി കൂടുതൽ 2s-നാണ്. അതായത് എനർജി കുറഞ്ഞ ലെവലിൽ നിന്ന് എനർജി കൂടിയ ഒരു ക്രമമാണ് എഴുതേണ്ടത്. ഇത് ഇത്രയൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഈ പടം ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് എഴുതിയിട്ട് വരച്ചു നോക്കിയാൽ മതി. 1s 2s 1s കഴിഞ്ഞിട്ട് താഴെ 2s 2p എഴുതാം, പിന്നെ 3s 3p 3d എഴുതാം, പിന്നെ 4s 4p 4d 4f. ഇത്രയും വരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായുള്ളൂ. 5s തൊട്ടുള്ളത് നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ വരച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടും. 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞ് കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ 3s. ആ ആരോ ഇട്ട ഡയറക്ഷൻ നോക്കിയാൽ മതി. 3s കഴിഞ്ഞാൽ 3p, 3p കഴിഞ്ഞാൽ 4s, 4s കഴിഞ്ഞാൽ 3d. ഇത്രയും ഇവിടം വരെയൊക്കെ ആവശ്യം വരുള്ളൂ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ 4p. ഓക്കെ,
ആ ഓർഡർ ഞാൻ നേരത്തെ പിടിച്ച് എഴുതിയേക്കണതാണ് ഇത്. 1S 2S 2P 3S 3P 3P കഴിഞ്ഞ് കഴിഞ്ഞാൽ 4S 3D 4P 5S ഇത്രയും വരെയൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ആകെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 3Sഉം 3Pയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 4Sന് ശേഷമായിരിക്കും 3D. അത് എനർജി കൂടി വരുന്ന ക്രമമാണ്. ഇതേ 3P കഴിഞ്ഞ് കഴിഞ്ഞാൽ 4S കഴിഞ്ഞിട്ടായിരിക്കും 3D. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കണം. 4S കഴിഞ്ഞിട്ടാണ് 3D. 3P കഴിഞ്ഞാൽ 4S കഴിഞ്ഞാണ് 3D. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ആദ്രിയാണോ ഇപ്പൊ ചോദിച്ചേ? അല്ല, അർച്ചനയാണ് ചോദിച്ചത്. ആദ്രിക്ക് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിക്കണത്. ഓക്കെ. നമ്മളിപ്പോ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആറ്റം എന്താന്ന് പറഞ്ഞു. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. പദാർത്ഥം എന്താണെന്ന് പറഞ്ഞു. പദാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ള ഏതൊരു വസ്തുവിനെയും ഭാരമുള്ള എന്തിനേയും നമ്മൾ പറയണ പേരാണ് പദാർത്ഥം. ആ പദാർത്ഥത്തിന്റെ ഒരു രാസപരമായിട്ടുള്ള ചെറിയ കണികേനെയാണ് നമ്മുടെ ആറ്റം എന്ന് പറയണത്. പിന്നെ ആറ്റത്തിലുള്ളതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും പറഞ്ഞു. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺസ് പറഞ്ഞു. പിന്നെ അവരുടെ ചാർജ് പറഞ്ഞു. കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. പിന്നെ ഈ കണ്ടുപിടിച്ച മൂലകങ്ങളെല്ലാം കൂടി ഒരു പട്ടിക രൂപത്തിൽ ടേബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു. ആ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പറയുന്നതാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി നാളെ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഓർഡർ ഒന്ന് പഠിച്ചു നോക്കാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിടാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ 1s1 നമ്മൾ ഈ പറഞ്ഞ 1s1 എന്ന് പറയണത് ഈ ഓർഡറിലാണ് കേട്ടോ പറയണേ. ഒന്നാമത്തെ 1s 2s 2p ഈ 3s 3p ആ ഓർഡറിലാണ് നമ്മൾ എഴുതണത്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1. അപ്പൊ ആ ഓർഡറിൽ ആദ്യത്തെ 1s എന്ന് എഴുതിയാൽ മതി. 1 ഈ പറഞ്ഞ ഒരു ഇലക്ട്രോൺ ആണ് 1s1 എന്ന് പറഞ്ഞ് ആയത്. ഇനി ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ നമ്മുടെ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതിയത് 1s ആണ്. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് വരെ പറ്റും. അപ്പൊ അതാണ് ഇവിടെ 1s2 എന്ന് എഴുതിയത്. കാര്യം 2 കഴിഞ്ഞ പിന്നെ ഹീലിയത്തിന്റെ വേറെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല എഴുതണ്ട. 1s2 ഇത് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോ മനസ്സിലായി ഉണ്ടാവില്ല, സാരില്ല. നമുക്ക് ആ ഓർഡർ ഒന്ന് പഠിച്ചിട്ട് നാളെ നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് എഴുതാം. ഓർഡർ നാളെ പഠിച്ചിട്ട് വരുമോ? എഴുതേണ്ട ഓർഡർ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പടം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഇന്ന് അതും കൂടി നാളെ വരുമ്പോ ഈ ഓർഡർ ഒന്ന് പഠിക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നാളെ പഠിക്കാം. നിങ്ങൾ ഓർഡർ പഠിച്ചിട്ട് വരണേ. ഞാനൊന്ന് തുടങ്ങിയിട്ടു എന്നുള്ളൂ. ഓർഡർ പഠിക്കാനൊന്നുമില്ല. ഓർഡർ കിട്ടാത്തവര് ഈ പടം ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ 1s എഴുതി 2s 2p ഇത്ര എഴുതിയാൽ മതി. ഒന്നാമത്തെ ഷെല്ല് അപ്പൊ 1s ഒന്നാമത്തെ ഷെല്ലിലാകെ ഒരു സബ്ഷെല്ലുള്ളൂ, അത് 1s എഴുതാം. രണ്ടാമത്തെ സബ്ഷെല്ലില് 2 സബ്ഷെല്ലുണ്ട്, അപ്പൊ 2s 2p നേരെ എഴുതാം. മൂന്നാമത്തെ ഷെല്ലില് 3 സബ്ഷെല്ലുണ്ട്, അപ്പൊ 3s 3p 3d നേരെ എഴുതാം. നാലാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ 4 സബ്ഷെല്ലുണ്ട്, അപ്പൊ 4s 4p 4d 4f എന്ന് എഴുതാം. ഇത്ര അടിയിലേക്കൊന്നും എഴുതണ്ട കേട്ടോ നിങ്ങൾ. എന്നിട്ട് വെറുതെ ആരോട്ടൊന്ന് നോക്കി നോക്കിയാൽ മതി. അപ്പൊ കിട്ടും നമുക്ക് ഓർഡർ. 1s കഴിഞ്ഞാൽ 2s ആന്ന് കിട്ടും, 2s കഴിഞ്ഞാൽ 2p ആന്ന് കിട്ടും, 2p കഴിഞ്ഞാൽ 3s ആന്ന് കിട്ടും, 3s കഴിഞ്ഞാൽ 3p ആന്ന് കിട്ടും, 3p കഴിഞ്ഞാൽ 4s ആന്ന് കിട്ടും, 4s കഴിഞ്ഞ് കഴിഞ്ഞാൽ 3d ആന്ന് കിട്ടും, 3d കഴിഞ്ഞാൽ 4p 5s ഇത്രയും വരെ പഠിച്ചാൽ മതി. 4d ആണെന്ന് കിട്ടും. ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടും. കിട്ടാത്തവര് ആ പടം ഒന്ന് സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കാം.
ക്ലിയർ അല്ലേ? ഇന്ന് ഞാന് രണ്ടും കൂടി പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. പീരിയോഡിക് ട്രെൻഡ്സും കുറച്ച് പേർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതും ഒന്ന് നോക്ക. ഈ പറഞ്ഞ ഇതിന്റെ ഓർഡർ ഒന്ന് പഠിക്കാം. അപ്പൊ വേണേ 2 ക്വസ്റ്റ്യൻ ഞാൻ ഈ ഭാഗത്തുനിന്ന് വന്നേക്കണം ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ഇത് വന്നത് LDC മെയിൻസ് 2021 LDCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ട്. ഡി സബ്ഷെല്ലില് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കണമെന്നുള്ളൂ. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് പറഞ്ഞേ, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞേ. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, എസിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് പറ്റും, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിലാണെങ്കിൽ 10 ഇലക്ട്രോൺ, എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. അടുത്തത് കേട്ടോ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കണുള്ളൂ, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് 1, 2 ഗ്രൂപ്പുകാരാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സോഡിയത്തിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണോ? അല്ല വേണ്ട, അത് പറയണ്ട. ഞാൻ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പോയിന്റ്. ഞാനത് ഇപ്പൊ കൺഫ്യൂഷൻ ആക്കണില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ നാളെ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ, സാരില്ല, നമുക്ക് നാളത്തെയും കൂടി കഴിഞ്ഞിട്ട് അതും കൂടി ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു ക്വസ്റ്റ്യൻ, അതിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടി, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണെന്ന്. ഓക്കെ, ഇനി അതിൽ നിന്ന് വന്ന വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്ലോക്ക് എടുക്കാത്തോണ്ടാട്ടോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനെ, ഇത് നമ്മൾ പഠിച്ചതാണ്. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ശരിയോ തെറ്റോ? ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഒരു ഗ്രൂപ്പില് താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ശരിയാണല്ലേ. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു എന്ന് നമ്മൾ പടം വെച്ച് പഠിച്ചതാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഒരു പീരീഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു. ലോഹ സ്വഭാവം, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. ലോഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. ശരിയോ തെറ്റോ? ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. കറക്റ്റ്. കുറെ പേര് തെറ്റെന്ന് പറഞ്ഞു, 2-3 പേര് ശരിയെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുകയല്ല കുറയാണെന്ന് പറഞ്ഞു. നമ്മൾ ക്ലോറിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞു അല്ലെ. ക്ലോറിൻ ഒരു അലോഹാണ്. അപ്പൊ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറയും, അലോഹ സ്വഭാവമാണ് കൂടുക എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ് അല്ലെ. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലോഹ സ്വഭാവം കുറയാണ് പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും, അലോഹ സ്വഭാവമാണ് കൂടുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇന്ന് എടുത്തത് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മനസ്സിലായോ? 2 പേര് റിപ്ലൈ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ചെന്നിട്ട് പീരിയോഡിക് ട്രെൻഡ്സ് പഠിക്കണം കേട്ടോ. പീരിയോഡിക് ട്രെൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നാളെ വന്ന് ചോദിച്ചോളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ നാളെ വന്ന് എന്തായാലും ചോദിക്കണേ. ഓക്കെ, പിന്നെ നാളേക്ക് പഠിക്കാനുള്ള 2 കാര്യമാണ്. ഒന്ന് പീരിയോഡിക് ട്രെൻഡ്സ് നന്നായിട്ട് പഠിക്കുക. രണ്ടാമത് അതിൽ നിന്ന് PSC ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സാം ടഫ് ആക്കണമെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ടഫ് ആക്കാൻ ചോദിക്കണം കുറച്ച് ഏരിയകളിലുള്ള ഒരു ഏരിയ ആണ് പീരിയോഡിക് ട്രെൻഡ്സ്. പിന്നെ ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഓർഡറും പഠിച്ചിട്ട് വരിക കേട്ടോ, മെയിൻ ആയിട്ട്. പിന്നെ പഴയ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും, ഒരു ബന്ധമില്ലാണ്ട് പറയണ പോലെ തോന്നും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു മാം.